ഇന്നത്തെ വീഡിയോ കുറച്ച് വലിയൊരു വീഡിയോ ആണേ. ഞങ്ങള് മൂകാംബിക യാത്രേനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് ഈ ഒരു വർഷത്തോളമായി ഈ യാത്ര ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മൂകാംബികയ്ക്ക് പോവാനുള്ള ഒരു സമയമുണ്ട് എന്ന് പറഞ്ഞ പോലെ വീഡിയോ എഡിറ്റ് ചെയ്യാനും കുറച്ച് സമയം എടുത്തു കേട്ടോ. മൂകാംബിക അമ്പലത്തിൽ മാത്രമല്ല നമ്മൾ കുടജാദ്രിയും പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ വീഡിയോ കുറച്ചും കൂടി വലുതാവും എന്നുള്ളത് കൊണ്ട് അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മൂകാംബികയിലേക്കും ഗുരുവായൂരിലേക്കൊക്കെ പോകണമെങ്കിൽ അവിടുന്ന് തന്നെയുള്ള വിളി വരണം എന്നാണ് പറയുക അല്ലേ. അങ്ങനെ ഒരു വിളി വന്നിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഒന്ന് ചെയ്യണേ. നമ്മളുടെ യാത്ര തുടങ്ങുന്നത് കോഴിക്കോട് നിന്നാണ് കേട്ടോ. അപ്പോൾ ഇനി കേരള ഭക്ഷണമൊന്നും കിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നല്ലോണം കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് കഴിച്ചത്. നമ്മൾ ട്രെയിന് മൂകാംബിക വരെ ഇല്ല കേട്ടോ, മംഗലാപുരം വരെയാണ് ഉള്ളത്. 9:25 ട്രെയിൻ വരിക. 9:25 കഴിഞ്ഞു. 30 ആയിട്ടുണ്ടായിരുന്നു ട്രെയിൻ എത്താൻ വേണ്ടിയിട്ട്. ടിക്കറ്റ് ഒക്കെ ആദ്യമേ ബുക്ക് ചെയ്തതാണ് കേട്ടോ. ഈ യാത്രേന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും മോളും മാത്രമേ ഉള്ളൂ ഈ യാത്രയിൽ. കുറേ കാലമായിട്ട് പോകണം പോകണം എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷെ മൂന്നാൾക്കും കൂടി ഒരുമിച്ച് പോകാനുള്ള ഇത് കിട്ടുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തോന്നി ഞങ്ങൾ രണ്ടാളും മാത്രമായിട്ട് അങ്ങ് പോയാലോ എന്ന്. അങ്ങനെയാണ് ഈ യാത്ര തരപ്പെട്ടത്. വയനാട്ടിലേക്കല്ലാതെ ഞാനും മോളും മാത്രമായിട്ട് ഇങ്ങനെ പോയിട്ടേ ഇല്ല കേട്ടോ. അതുമല്ല ഇത് കേരളവും വിട്ടിട്ട് റൂമൊക്കെ എടുത്ത് താമസിക്കുന്നത് ആദ്യമായിട്ടാണേ. മൂകാംബികയ്ക്ക് പോയിട്ട് അവിടുന്ന് തന്നെ സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുരുടേശ്വരം പോകണം എന്നൊക്കെ ആയിരുന്നു കേട്ടോ പ്ലാൻ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മളൊന്ന് ഉടുപ്പിയിലിറങ്ങി അവിടെയും കൂടി തൊഴുതിട്ട് പോയാലോ എന്നുണ്ടായിരുന്നു. പക്ഷേ ഉടുപ്പിയിൽ താമസിക്കാൻ അത്ര എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ നേരെ കൊല്ലൂരേക്ക് തന്നെ പോയത്. നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ട്. കണ്ണൂർ കഴിഞ്ഞിട്ട് പഴയങ്ങാടി എന്ന് പറയുന്ന സ്റ്റോപ്പ് വരെ ഞാനും മോളും എപ്പോഴും വരുന്നതാണ് കേട്ടോ. അവിടെയാണ് എൻ്റെ അമ്മേൻ്റെ വീടുള്ളത്. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് അധികം പോയിട്ടില്ല. പിന്നെ നമുക്ക് കാസർഗോഡ് കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു റിലേറ്റീവ് ഉണ്ട്. അവിടേക്ക് വല്ലപ്പോഴും 1-2 പ്രാവശ്യം മാത്രമേ പോയിട്ടുള്ളേ. ഉറക്കമൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വിശക്കും കേട്ടോ. അപ്പൊ നമ്മളിതൊക്കെ കയ്യിൽ കരുതിയിട്ടായിരുന്നു വന്നതേ. ആ ഒരു സ്നാക്സ് കയ്യിലുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞുവിന് ഉറങ്ങാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അതൊന്ന് കഴിച്ചു തീർക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവൾക്ക് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നെ. അങ്ങനെ ആ ചിപ്സൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൾ അറിയാണ്ട് ഉറങ്ങിപ്പോയി കേട്ടോ. ഞാനും ഒന്ന് മയങ്ങി. അപ്പോഴാണ് മുന്നിൽ ഇങ്ങനെ കിലി കിലി എന്നൊരു സൗണ്ട്. അപ്പൊ എന്താന്ന് നോക്കിയപ്പോ ഈ കീ ചെയിനൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക. അപ്പൊ ഭാഗ്യം കൊണ്ട് തന്നെ കുഞ്ഞു ഉറങ്ങിയിരുന്നു കേട്ടോ. അവൾ ഈ സൗണ്ട് കേട്ട് ഉണരുമോന്ന് ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. ഉണർന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു 2-3 എണ്ണം വാങ്ങിപ്പിക്കും. ഒരു ആവശ്യവും ഇല്ലാതെയാണ് കേട്ടോ ഇതൊക്കെ വാങ്ങുക. ഇതിങ്ങനെ കാണുന്നതുകൊണ്ട് മാത്രം വാങ്ങുന്നയാ. ഞാൻ ഒരു ചായ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പക്ഷെ ചായ വളരെ മോശമായിരുന്നു. ചൂടൊക്കെ ആറിയിട്ടുണ്ടായിരുന്നു. കണ്ണൂരും കാസർഗോഡൊക്കെ കഴിഞ്ഞതേ ട്രെയിനിലൊന്നും തീരെ ആളുകളില്ല കേട്ടോ. ഇത് മംഗലാപുരം വരെയല്ലേ ഉള്ളൂ. സീറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നിട്ടും കുഞ്ഞുവിൻ്റെ അടുത്തുനിന്ന് മാറിയിരിക്കാൻ അവൾ എന്നെ സമ്മതിച്ചതേയില്ല. അവൾക്കാണെങ്കിൽ ജനലിൻ്റെ അടുത്ത് ഇരിക്കുകയും വേണം. എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് അടികൂടി ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിരുന്നിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഈ ഒരു പാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരളം വിട്ടു. ആകെയുള്ള ഒരു ടെൻഷൻ ഇനി ഭക്ഷണത്തിനെ കുറിച്ചാണേ. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞുവിന് ഭക്ഷണം കഴിക്കൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുഞ്ഞുവിന് മെയിനായിട്ട് ഇഷ്ടം കഞ്ഞിയാണ്. ചോറാണെങ്കിൽ മോരുകറിയും. അതൊന്നും എവിടെയും കിട്ടാനും പോകുന്നില്ല. മോരുകറിയാണെങ്കിൽ എൻ്റെ മോരുകറിയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. പക്ഷെ അവൾ നല്ലവണ്ണം ബേക്കറി സാധനം കഴിക്കുവേ. ഈ യാത്ര കുറേ മുന്നേ ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ നടത്തിയ യാത്രയാട്ടോ. ഇതുവരെ എൻ്റെ ഫോണിൽ ഈ വീഡിയോകൾ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അതുമല്ല പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പുതിയ ഫോൺ എടുത്തിട്ട് ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നതുമാണേ. അത് തന്നെ മൂകാംബിക ദേവീൻ്റെ വീഡിയോ ആയിക്കോട്ടെ എന്ന് ഞാൻ അന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ യാത്ര തന്നെ പോകാനുള്ള ഒരു കാരണം ഉണ്ടായത്. നല്ലൊരു തുടക്കം ആവട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ വീഡിയോ ഇടാൻ ഇത്രയും സമയം വൈകിപ്പോയി കേട്ടോ.
ഈ ട്രെയിന് മംഗലാപുരത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നമ്മൾ ബാക്കി ബസ്സിന് പോകാനുള്ളതാണ് പ്ലാൻ ചെയ്തത്. ശരിക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ബസ് ഉണ്ടാവുമല്ലോ, അതിലങ്ങ് കയറി പോവാം. നമ്മളെ റൂം ഒക്കെ ഓൾറെഡി ബുക്ക് ചെയ്തതാണ്. അതുകൊണ്ട് പിന്നെ നേരെ ബസ് ഇറങ്ങിയിട്ട് റൂമിലേക്ക് അങ്ങ് പോയാൽ മതി. നല്ല വെയിലായിട്ടുണ്ട്, നല്ല ചൂടും ഉണ്ട്. മെയ് മാസത്തിലായതുകൊണ്ട് അതിൻ്റെ ചൂട് വേറെയും ഉണ്ട്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് എങ്ങനെയാണ് പോകാമെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ആളുകളെല്ലാം ഒരു ദിശയിലേക്ക് നടക്കുന്ന കണ്ടപ്പോൾ ഞാനും അവരെ പുറകെ തന്നെ പോയി. സാധാരണ കൂടെ ഏട്ടൻ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഏട്ടനും ഇവിടെയൊക്കെ നല്ല പരിചയമാണ്. അതുകൊണ്ട് പോകുന്നത് നോക്കി ഇങ്ങനെ പോവുക ചെയ്യുക. അപ്പം എല്ലാവരും നടന്നത് കറക്റ്റ് വഴിയായിരുന്നു. നമ്മൾ എങ്ങനെയോ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷയ്ക്ക് കയറി ഫുഡ് കഴിക്കാനാണേ പോകുന്നത്. അപ്പോൾ ഓട്ടോ ചേട്ടനോട് തന്നെ പറഞ്ഞു നല്ലൊരു ഹോട്ടലിൽ കൊണ്ടാക്കി തരാൻ. അപ്പോൾ അവർ പറഞ്ഞു ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് ഒരു ഹോട്ടലുണ്ട്, അവിടെ ആക്കാം, എന്നാൽ നിങ്ങൾക്ക് ബസ് കയറാനും എളുപ്പമാണല്ലോ എന്ന്. മലയാളത്തിലൊന്നും അല്ല കേട്ടോ, ഞാൻ മലയാളത്തിൽ പറയും, ആ ചേട്ടൻ കന്നഡത്തിൽ പറയും. പക്ഷെ നമുക്ക് രണ്ടാൾക്കും മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഓട്ടോ ചേട്ടനും ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ എന്നൊക്കെ, ഉടുപ്പിയിലേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തിയേ, ഷാലിമാർ എന്നാണ് കേട്ടോ ഹോട്ടല്. ഇത് ഇവിടുത്തെ അത്യാവശ്യം നല്ല ഹോട്ടലാണെന്നാണ് പറഞ്ഞത്. ഞാൻ വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ, കുഞ്ഞൊരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ടേ. അങ്ങനെ നേരെ ഓപ്പോസിറ്റ് തന്നെ ബസ് ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ ബസ്സാട്ടോ, 5-10 മിനിറ്റ് കൂടുമ്പോൾ ബസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്കൊരു ബസ് കിട്ടി, നമ്മളതിൽ കയറി. ബസ്സിന് എക്സ്പ്രസ് എന്നൊക്കെയാണ് കേട്ടോ എഴുതിയത്, ചെറിയതായി മലയാളത്തിൽ എഴുതിയിട്ടുമുണ്ട്. 200 രൂപയാണ് ഒരാളുടെ ടിക്കറ്റ്. ഇഷ്ടംപോലെ ബസ്സുകളും ഉണ്ട്, ബസ്സിൽ നിറച്ച് സീറ്റും ഉണ്ടേ. ഈ ബസ്സിൽ കയറുന്നത് വരെ നമ്മൾ മുരുടേശ്വരം പോകണം തന്നെയായിരുന്നു കേട്ടോ പ്ലാൻ ഉണ്ടായിരുന്നത്. ഈ ബസ് യാത്രയിലാണ് നമ്മൾ മുരുടേശ്വരം മാറ്റി കുടജാദ്രിക്ക് പോയാലോ എന്നുള്ള ഒരു ചിന്ത വന്നത്. കുഞ്ഞുവിന് നല്ല വൊമിറ്റിംഗ് ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാവരും പറഞ്ഞിരുന്നു കേട്ടോ, കുടജാദ്രി ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങോട്ട് പോകല് റിസ്ക് ആണ് എന്നൊക്കെ. അപ്പോൾ ഇവള് ഇങ്ങനെ ഛർദ്ദിക്കുകയും കൂടി ചെയ്യുന്നത് കൊണ്ട് ജീപ്പിലൊക്കെ യാത്ര റിസ്ക് അല്ലേന്ന് വിചാരിച്ച് ഇതുവരെ പോയില്ലായിരുന്നു. ഞാനും കുഞ്ഞുവും പോയിട്ടില്ല, ഏട്ടൻ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് കുടജാദ്രി തന്നെ പോവാന്നുള്ള പ്ലാൻ ഇട്ടു. അങ്ങനെ നമ്മൾ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. സ്റ്റാൻഡിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല, ഈ ബസ് മൂകാംബികയിൽ നിന്ന് പിന്നെ എവിടേക്കോ പോകുന്നതുകൊണ്ട് നമ്മൾ നേരെ അമ്പലത്തിന്റെ മുന്നിൽ തന്നെ കൊണ്ട് ഇറക്കി തരുവേ. അങ്ങനെ ഞങ്ങൾ അതിൽ തന്നെ ഇരുന്നു. ഇതപ്പോൾ ഇവിടെ ഇറങ്ങും. 6 മണിയെങ്കിലും ആയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ഇറങ്ങാനായിട്ട്. പിന്നെ നമ്മൾ റൂമിലൊക്കെ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് രാത്രി തന്നെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണേ. കുറച്ച് ഉറങ്ങിയതായതുകൊണ്ട് അങ്ങനെ ഉറക്കമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെക്കേഷൻ സമയമായതുകൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ടായിരുന്നേ. പക്ഷെ ഒരു ഭാഗ്യം കിട്ടിയത് എന്താണെന്നുണ്ടെങ്കിൽ തേര് വലിക്കുന്ന കാണാൻ പറ്റി കേട്ടോ. ഒരുപാട് നേരം ക്യൂ നിന്നിട്ടാണ് കേട്ടോ നമുക്ക് ദർശനം കിട്ടിയത്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ തേര് വലിക്കുന്ന കഴിഞ്ഞു പോവോന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ നമുക്കിത് രണ്ടും കാണാൻ പറ്റിയേ. അങ്ങനെ നമ്മൾ ഒന്നാമത്തെ ദിവസം അവിടെ കഴിഞ്ഞു കേട്ടോ. രാത്രി തിരിച്ചു വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ രാവിലെ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണേ ഒന്നും കൂടി തൊഴാൻ വേണ്ടിയിട്ട്. രാവിലെ എന്ന് പറഞ്ഞാൽ 9 മണിയൊക്കെ ആയിപ്പോയി എഴുന്നേക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് കുളിച്ച് 10 മണിയൊക്കെ ആവാനായിട്ടോ അവിടെ തൊഴാൻ വേണ്ടി പോകുമ്പോൾ. അപ്പോഴത്തേക്ക് നല്ല തിരക്കായിപ്പോയേ. പിന്നെ ഞങ്ങൾ ഉള്ളിലേക്കൊന്നും കയറിയില്ല കേട്ടോ, പുറത്തുനിന്ന് മാത്രം തൊഴുതിങ്ങ് വരികയാണ് ചെയ്തത്. ഭയങ്കര തിരക്കായിരുന്നു, നല്ല ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ പുറമെയൊക്കെ നല്ലോണം തൊഴുത് നമ്മളെ സ്റ്റേജൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പുറത്തൊക്കെ ചുറ്റി അടിക്കുകയാണേ. രാത്രി റൂമിൽ കിടക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഡാൻസിൻ്റെ ഒക്കെ സൗണ്ടുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നേ. രാത്രിയാവുമ്പോൾ ഇതാണ് നമ്മളെ സ്റ്റേജ്. ഇവിടെ ഇങ്ങനെ പരിപാടികൾ ഉണ്ടാവും, അരങ്ങേറ്റവും കാര്യങ്ങളൊക്കെ.
വലിയ തേര് കണ്ടില്ലേ? ഇതെപ്പോഴാ വലിക്കുക എന്നുള്ളത് അറിയില്ല കേട്ടോ എനിക്ക്. എൻ്റെ അവിടെ നിന്ന് വലിയ ഭയങ്കര വലുതാണേ. നമ്മളെക്കാളും ഒക്കെ ഒരു 3 ഇരട്ടി വലിപ്പമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞുവിന് മലയാളത്തിലുള്ള ചീത്ത പോരാഞ്ഞിട്ട് അവളെ ഈ അമ്മമ്മ മുടി ഒന്ന് കെട്ടി വെച്ചുകൂടെ, ഈ ചൂടത്തൊക്കെ ആരെങ്കിലും ഇങ്ങനെ മുടി അഴിച്ചിടുമോ എന്നൊക്കെ ചോദിച്ച് ചീത്തയല്ല ഇങ്ങനെ പറയുകയാണ് കേട്ടോ. പിന്നെ ഭാഷയൊന്നും അറിയില്ലെങ്കിലും പറയുന്നത് ചീത്തയാണ് എന്നുള്ളത് നമുക്ക് രണ്ടാൾക്കും മനസ്സിലാവുമേ. അമ്മേൻ്റെ കണ്ടില്ലേ, അമ്മേൻ്റെ പോലെ മുടി കെട്ടി വെക്ക്, ഇങ്ങനെ പറിച്ചിട്ട് നടക്കല്ലേ എന്നൊക്കെയാണ് ഇവളോട് പറയുന്നത്. കുഞ്ഞുവിന് വേണ്ടതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി. പിന്നെ പുറത്തേക്കൊക്കെ വന്ന് ഇനി നമ്മൾ അടുത്തത് കുടജാദ്രിയാണേ. അങ്ങോട്ടുള്ള ജീപ്പിൻ്റെ ടൈമിംഗ് ഒക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി വെച്ചു കേട്ടോ, എത്ര മണിക്കാണ് എന്നൊക്കെ. നമ്മൾ ആ കണ്ട ജീപ്പില്ലേ അതിലാണ് പോവാൻ തീരുമാനിച്ചത്. വേഗം പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ വാങ്ങി റെഡിയായി കേട്ടോ. ഞാൻ കുടജാദ്രി വീഡിയോ അടുത്ത ഒരു വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. ഇതെല്ലാം കൂടി ഒരുമിച്ചാവുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളുടെ കുടജാദ്രി വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്യണേ.